വിശദീകരിച്ച് തരുന്നു. നൗഫൽ ഒന്ന് നിങ്ങളോട് വിശദീകരിച്ച് തരികയാണ് എന്താണ് സിമ്പിൾ ടാസ്ക്. 10 പുഷപ്പ് എടുക്കണം. എന്താണ് പുഷപ്പ് എന്ന് ചോദിക്കും. ഇല്ലില്ല നിങ്ങളെ പേടിപ്പിച്ചു. എന്തൊരു ഗെയിം. നിങ്ങളെ പൊരയിലുള്ള കിച്ചണിലുള്ള 5 ഐറ്റമിന്റെ പേര് പറയണം. പക്ഷേ അത് റിപ്പീറ്റ് ആവാൻ കാരണം റിപ്പീറ്റ് ആയാൽ പുറത്ത്. ഓറ് പറഞ്ഞ് നിങ്ങൾ പറയാൻ കാരണം നിങ്ങൾ പറഞ്ഞ് ഓറ് പറയാൻ കാരണം എന്ത് സാധനം പറയാം. കിച്ചണിലുള്ള എല്ലാ സാധനവും പറയാം. ഓക്കെ, ഫുഡ് ഐറ്റംസ്, കിച്ചൺ എന്ത് വെക്കുന്ന എല്ലാം പറയാം. വെജിറ്റബിൾസ് നിങ്ങളുടെ സ്റ്റൗ കിച്ചണിലുള്ള എന്തായാലും വേണമെങ്കിൽ പറയാം. പക്ഷേ അടുത്ത ആൾ റിപ്പീറ്റ് ചെയ്താൽ ആൾ ഔട്ടാണ്. പിന്നെ ഫൈനലി വരുന്ന ഒരാൾക്ക് നമ്മളിവിടെ ഒരു ഗിഫ്റ്റ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾ റെഡിയാണെന്ന് പ്രതീക്ഷിക്കുന്നല്ലേ? ഇവർ റെഡിയാണ്, നിങ്ങൾ റെഡിയാണോ? ഹസ്ബൻഡ് ഒന്ന് ഫ്രണ്ട് വരും. ആരുമില്ലേ? അപ്പൊ കിച്ചണിൽ കയറുന്നില്ല. അപ്പോ കിച്ചണിൽ കയറി നോക്കാം. നമുക്ക് നിങ്ങൾ ജഡ്ജ് ഓരോ വീണ്ടും റിപ്പീറ്റ് ആക്കി പറയണം. റിപ്പീറ്റ് ആയി. ഓക്കെ, ആർ യു റെഡി? ലെറ്റ്സ് സ്റ്റാർട്ട് ദ ഗെയിം. 1 2 3 ദ ഗെയിം സ്റ്റാർട്ട്സ് നൗ. കത്തി, ചെരവ, ആലോചിക്കരുത്, സ്പീഡിൽ പോണം. വേറെന്തെങ്കിലും വരുന്നത്. അല്ല, ഒരു മിനിറ്റ് ഇങ്ങനെ ആലോചിച്ച് നിന്നാൽ നമുക്ക് എല്ലാവർക്കും സമയം പോകും. സ്പീഡിൽ നമ്മൾ ഓർമ്മയിൽ വരുന്ന 5 എണ്ണത്തിലായിട്ട് പെട്ടെന്ന് പറയാം. അടുത്ത ആൾ മൈക്കൂർക്ക് അങ്ങനെ ഓക്കെ. സ്പീഡിലെ ജ്യൂസ് മെഷീൻ, വാഷ് മെഷീൻ, ചിലവരുടെ കിച്ചണിൽ വാഷിംഗ് മെഷീൻ വെക്കും, ചിലവരുടെ കിച്ചണിൽ വെക്കും. അതാണ് പറയുന്നത്. സ്പൂൺ, ഓർ താമസിക്കുന്ന ഫ്ലാറ്റിലല്ലേ, വേറെ ജാഗയല്ലേ കിച്ചണിൽ ഫ്ലാറ്റ് ആയിരുന്നു. സ്പൂൺ അല്ല, ആദ്യം മുതൽ പറയുന്നുണ്ടോ? ഫസ്റ്റ് ജ്യൂസ് മെഷീൻ, വാഷ് മെഷീൻ, സ്പൂൺ, ഗ്ലാസ്, പ്ലേറ്റ്, ബൗൾ. ഓക്കെ, 5 എണ്ണം. ഓക്കെ, അടുത്ത ആള് സ്പീഡിൽ പറയണേ. സ്പീഡിൽ പറയുന്നവർക്ക് സ്പീഡിൽ. ഓക്കെ, പറഞ്ഞു. ജാർ, കപ്പ്, ഗ്ലാസ്. ഗ്ലാസ് പറഞ്ഞു അല്ലേ? ഗ്ലാസ് പറഞ്ഞു. വേറെ പറഞ്ഞു. അമ്മിക്കല്ല് പറഞ്ഞിട്ടില്ല. ഗ്രൈൻഡർ പറഞ്ഞു. ഇവരാണ് ഈ കിച്ചണിൽ കയറിയിട്ട് ഭക്ഷണമൊക്കെ ഉണ്ടാക്കുന്നത് അല്ലേ? ചട്ടകം മൈക്രോ ഓവൻ, കാരറ്റ്, ബീൻസ്, ഈരുള്ളി, പിന്നെ ബനാന. ഓക്കെ, താങ്ക് യു. എനിക്ക് തോന്നുന്നു ഇവരെക്കാളും ബെറ്റർ ആയിട്ട് ഇവരെ പറയുന്നു അല്ലേ? രണ്ട് സാധനമില്ല, അടുപ്പില്ല. ആദ്യം പറഞ്ഞു കുച്ചില് കാണാത്ത പെണ്ണുങ്ങ വന്നത്. അടുപ്പില്ല, തണ്ണില്ല. ഒരു ഡ്രസ്സ് കവറ് നേരെ പോന്നു ഫുഡ് കഴിക്കാൻ, തിരിച്ചു വരുന്ന ഡ്രസ്സ് കവർ. അതന്നെ നടക്കുന്നത്. ഓരോ ഇങ്ങനെ പറഞ്ഞു ഒരു ഗ്ലാസ്, 2 ഗ്ലാസ്, 3 ഗ്ലാസ്, അത് പറയാത്ത ഭാഗ്യം. ഇതല്ല ഗെയിം. ആക്ച്വലി ഒരു നല്ല ഫാസ്റ്റ് പറയണം. ഫസ്റ്റ് ഇത് ട്രൈ ചെയ്ത് പോയത്. ഇങ്ങനെയാണ് നമ്മുടെ ഗെയിമിന് പോകേണ്ടത്. ഞാൻ പറഞ്ഞു വെജിറ്റബിൾസ് ഉപയോഗിക്കുന്ന എന്തിന്റെ ഇത് വേണമെങ്കിലും പറയാം. പിന്നെ കിച്ചൺ അപ്ലയൻസസ് പറയാം, എന്ത് വേണമെങ്കിലും പറയാം. നിങ്ങൾ ഇങ്ങനെ ആലോചിച്ചിരുന്നത് അത്ര വലിയ ഹെവി ടാസ്ക് അല്ല, സിമ്പിൾ ആയിട്ട്. ഇത് ഗ്യാസ്, സ്റ്റൗ, അരി, മുളക്, പനയെണ്ണ. ഓക്കെ, താങ്ക് യു. മിക്സർ,
spoon, plate, bowl, knife. Next. വെണ്ടയ്ക്ക, പപ്പയ്യ, പഴം, ആപ്പിൾ, അനാർ. Yes, good. Next. കത്തി, ചട്ടകം, കുക്കർ, ആണോ പറഞ്ഞോ കത്തി നൈഫ് പറഞ്ഞു. ഓക്കെ പറഞ്ഞു. ഇല്ല അവിടെ ഔട്ട് ആക്കേണ്ടി വരുമല്ലോ. ഒന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഔട്ട് ആവാണല്ലോ. ഔട്ട്. സോറി. കുഴപ്പമില്ല. അപ്പൊ നല്ലൊരു കളി ചോദിച്ചാൽ പുതിന, വെളുത്തുള്ളി, പച്ചമുളക്, ഇഞ്ചി. ഇല്ല പറഞ്ഞത് പറ്റില്ല. മൂന്നെണ്ണം. ഫ്രൂട്ട്സ്, ഗ്രൈൻഡർ, ജ്യൂസ് മെഷീൻ. Milk, juice. ഓക്കെ. നെക്സ്റ്റ്. പച്ചപ്പയറ്, Yes, out. Next. ബൗൾ, ഫോർക്ക്. Yes, out. രണ്ടുപേരും ഔട്ട് ആയിട്ടുണ്ട്. നിങ്ങൾ രണ്ടുപേരും ഔട്ട്. സ്പീഡിൽ വേണം. 3 items, 3 seconds. പച്ചരി, പുഴുങ്ങലരി, ബിരിയാണി റൈസ്. എല്ലാം സിമ്പിൾ ആക്കിയിട്ടുള്ളത്. ഓക്കെ. Badam, pista, cashew. കാപ്പിപ്പൊടി, ഹോർലിക്സ്, ബൂസ്റ്റ്. ഓക്കെ. Ice cream, papaya. പോയി ഔട്ടായി. അപ്പൊ നമ്മുടെ ഫൈനൽ വിന്നർ ഇതാ എവിടെയാണ്? പേര് സഫാന. നേരത്തെ പാട്ടും പാടുന്നു പറഞ്ഞത് അല്ലേ? രണ്ടുപേര് പാട്ട് ഇവിടെ നമുക്ക് കേൾക്കാം. രണ്ടുപേര് പാട്ട്. പിന്നില്ല അപ്പൊ വേണ്ടേ? ഭയങ്കര പാട്ട് കേൾക്കുന്നത്. മ്യൂസിക് ഇട്ടിട്ട് പാടണോ? ഓക്കെ. അപ്പൊ പിന്നെ പാടി തരാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് ചെറിയൊരു സമ്മാനം. താങ്ക് യു സോ മച്ച്. താങ്ക് യു വെരി മച്ച്. അപ്പൊ നമുക്കൊരു ചുറുചുറുക്കുള്ള കുറച്ച് നമ്മുടെ ഇപ്പൊ ഈ ഇരിക്കുന്ന കുറച്ച് പേര് ഇങ്ങോട്ട് വന്നേ. ഇപ്പം ലേഡീസ് ആണ്. ഇനി ജെന്റ്സിന്റെ ഭാഗത്ത് ഒരു 5 പേര് കയറി വന്നേ. ഒരു 5 പേര്. 2 പേര് വന്നിട്ടുണ്ട്. ഒരു 5 പേര് വേണം. ലേഡീസിന്റെ ഭാഗത്ത് നിന്ന് ഇട്ട് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ജെന്റ്സിന്റെ ഭാഗത്ത് നിന്നും ഒരു 5 പേര്. 2 പേര് ഓൾറെഡി സ്റ്റേജിലുണ്ട്. ഇനി ആരാണ് അവിടെ നിൽക്കുന്നവര്? ആ ഗ്യാങ്ങിൽ നിൽക്കുന്നത്. ഹലോ കം. ഒരു ഗെയിം എടുത്തോണ്ടൊക്കെ വരുന്ന ഗെയിമെന്ന് പറഞ്ഞപ്പോ ഇവർ രണ്ടുപേരും ഒരുമിച്ചേ പോകൂ. എന്ത് ചെയ്യുമ്പോ ഒരുമിച്ചേ ഉള്ളൂ എന്ന് പറഞ്ഞു. ഓക്കെ. 2 പേര് 2 4 ഒരാൾ. Naushad. Put your hands together to welcome Naushad. Naushad ki. Naushad ഭയങ്കര ഫാൻസ് ആവും. പോലെ പുഷ് നടക്കും. ഇവരെ കൊണ്ട് ഇല്ല കുഴപ്പമില്ല. ഒന്നെങ്കിൽ ഒന്നോ ഒറ്റ. പക്ഷെ ഏറ്റവും കൂടുതൽ പുഷപ്പ് ആരാണോ? ഏറ്റവും കൂടുതൽ പുഷപ്പ് അടിക്കുന്നവർക്ക് ഒരു ചെറിയ സമ്മാനം. അത്രേ ഉള്ളൂ. സിമ്പിൾ ടാസ്ക് ആണ്. ഇപ്പം ഒന്നാണെങ്കിൽ ഒന്നടിച്ചാൽ മതി. ഒറ്റ ഒന്നും മതി. നമ്മൾ നിർബന്ധിക്കുന്നില്ല. 1. ഓക്കെ. അപ്പൊ ആരാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? എവിടുന്ന സ്റ്റാർട്ട് ചെയ്യണം? ആരാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? സ്റ്റാർട്ട് ചെയ്തത്. ഏറ്റവും കൂടുതൽ പുഷപ്പ് അടിക്കുന്നവർക്ക് നമ്മുടെ വക ചെറിയൊരു സമ്മാനം. 1 2 3 4 5 6 7 8 9 10 1 2 3 4 5 6 7 8 9
ഒന്ന് കൈയടിക്കല്ല. തളങ്കന്റെ പേര് 3 ഗോ ഗോ. कभी कभी मेरे दिल में ख्याल ആയിരിക്കും ഫോട്ടോ എടുക്കണം. ഇപ്പൊ ഫോട്ടോ നല്ല പോസ്. 3, 2, 1, go. Music please. നന്നായിട്ട് കേൾക്കുക. അഴിഞ്ഞു വീഴരുത്. അഴിഞ്ഞു വീഴാത്ത രീതിയിൽ അഴിഞ്ഞു പോകുന്നു. അഴിയാത്ത രീതിയിൽ थोड़ा राउंड घुमा के നന്നായിട്ട് കേൾക്കണം. ഏറ്റവും കൂടുതൽ റബ്ബർ ബാൻഡ് ആരുടെ തലയിലാണ് ഉള്ളത് അവരാണ്. അഴിഞ്ഞു വീഴരുത്. थोड़ा राउंड घुमा के अन्ना के जैसा चश्मा लगा के कोको मिला के आ जाओ सारे मूड बना के और रजनी फैन don't miss that chance और रजनी फैन don't miss that chance അഴിയാതെ കെട്ടിക്കോ. അഴിയാതെ കെട്ടിക്കോ.
ये പെട്ടെന്ന് ഈ സമയം കൗണ്ട് ചെയ്യാൻ പോവാണ്. आना पड़ेगा 1 2 3 4 5 6 7 8 9 10 Stop, 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 stop. 4 5 6 7 8 കൂട്ടൂല. 1 2 3 4 5 6 7 8 എട്ടെണ്ണം. അവിടെ 3 4 5 6 ആറ്. ഇത് 1 2 3 4 5 6 7 8. अल्लाह मुझे दर्द के काबिल बना दिया കണ്ടോ എന്ത് മനോഹരമായിട്ടാണ് ഈ ഡാൻസ് പഴയ കാലത്തിലേക്ക് ഓർത്ത് പോയിരിക്കുകയാണ് അവരുടെ ആ ഡാൻസ് പെർഫോമൻസ്. ഓരോരുത്തരായിട്ട് ഇത്രയും ഭംഗിയിലെ ഡാൻസ് കളിക്കുന്നുണ്ടോ? मेरा दिल बड़ा ഇറങ്ങി ഓടും साथी ഭയങ്കര ഡാൻസാണ് ഇവിടെ. ഓരോ കപ്പിൾസിനായിട്ട് മാറി മാറി നോക്കിക്ക് അവരുടെ ആ വേറെ എക്സ്പ്രഷൻസും. മുടുത്ത മണ്ടണ കാലത്തെ മിടുക്കി പെണ്ണെ എന്നോട് നെഞ്ചിൽ നടുക്കിരുന്നവളാണേ നീ നടുക്കിരുന്നവളാണേ നീ On the floor baby, hit it hard baby, rock the body baby, പറ്റൂലെങ്കി പോടി. On the floor baby, hit it hard baby, rock the body baby, പറ്റൂലെങ്കി പോടി. കുടുക്കു പൊട്ടിയ കുപ്പായം മുടുത്ത മണ്ണണ കാലത്തെ ഇടുക്കി പിന്നെ എന്നോട് നെഞ്ചിൽ നടുക്കിരുന്നവളാണേ നീ നടുക്കിരുന്നവളാണേ നീ നല്ല വരുമ്പത്തിൽ കണ്ട കുട്ടിയുടെ പമ്പർ ചേഞ്ച് ആക്കുന്നതായിരിക്കും. പാമ്പേഴ്സ് മാറ്റുന്നത് വീട്ടിൽ. കുട്ടികളുടെ പാമ്പേഴ്സ് മാറ്റുന്നത്. പാമ്പേഴ്സ് എന്തെന്നറിയാം? പാമ്പേഴ്സ് പാമ്പേഴ്സ്. അല്ല കുട്ടികൾ വലുതായാലും ചെറുപ്പത്തിലുണ്ടായിരുന്നല്ലോ, ചെറുപ്പത്തിൽ മാറ്റിയിട്ടുണ്ടല്ലോ. അതാ ചോദിച്ചത്. ഭക്ഷണം ഉണ്ടാക്കുന്ന ആരാ? കിച്ചണിലെ കയറിയിട്ട് എല്ലാവരും തന്നെയാണോ? ആണോ? ഏറ്റവും നന്നായി നിങ്ങളോട് ഒരു ലൈക്ക് എന്താ പറയാ, ഭാര്യയോട് അല്ലെങ്കിൽ ഭർത്താവിനോട് വാട്ട് എവർ ഇറ്റ് ഈസ്, നിങ്ങളോട് ഏറ്റവും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, ഹസ്ബൻഡ് ഓർ വൈഫ്, ഏറ്റവും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് സ്ത്രീകൾ അല്ലെങ്കിൽ പുരുഷന്മാർ ഏറ്റവും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ആണോ? താല്പര്യമില്ലേ? രണ്ടുപേർക്ക് അങ്ങോട്ട് ഇങ്ങനെ ഞാനെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇവർക്ക് തന്നെ കൺഫ്യൂഷൻ. ഈ ഗെയിം കൺഫ്യൂഷൻ ആയിട്ടേ മനസ്സിലാകുന്നില്ല ഗെയിം. ഇങ്ങനെ എല്ലാവരും സ്പീഡിൽ പോകണം. ഇവർക്ക് ഈ ഗെയിം മനസ്സിലാവില്ല. ഓക്കെ, അപ്പൊ ഗെയിം മാറ്റി തരട്ടെ ഞാൻ. പോയി അല്ല ഒരു പ്രാവശ്യം കൂടെ കേട്ടോ, ഒറ്റ പ്രാവശ്യം കൂടെ ചാൻസ് പറഞ്ഞു. ആർക്കെങ്കിലും ഒരാൾക്ക് 3 4 6 7 8 9 10 11 അവിടെ 10 അല്ലേ പറഞ്ഞത്? 9 ആയിരുന്നു പറഞ്ഞത്. തെറ്റായിരുന്നു പറഞ്ഞത്. 2 3 എന്തൊരൈക്യം. നീ കഴിഞ്ഞ 3 ഇവിടെ നിൽക്കട്ടെ. 1 2 3 4 ശരിക്കും നല്ലൊരു കൈ കൊടുക്കാം. കൺഗ്രാറ്റുലേഷൻ. നല്ലൊരു കൈ കൊടുക്കാം അവർക്ക് വേണ്ടിയിട്ട്. ഇത്രയും
സമ്മാനം ഇവിടെ റെഡിയാക്കി വെച്ചിരിക്കും. അപ്പൊ ഒരു പാട്ട് പാടിക്കും. പാട്ട് ഇല്ല ഇവിടെയാണ് चांदनी रात में गोरी के साथ आसमान में देखूंगा नदी में धीमे 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 मेरे सीने 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 बड़ा शर्माती है शर्म करवाती है कातिल तेरी निगाहें काट गले चले जाती है तुझे मैं नशा है तू बिल्कुल अफीम नशा है तू बिल्कुल अफीम है धीमे धीमे Ladies and gentlemen, so we had some competition which was done in the morning section, boys as well as kids. The old student song from gentlemen's, the boys. First prize goes to Samshuddin PM. Put your hands together. Second prize goes to Naushad PE. The next section of games, age 0 to 6. First prize goes to Shara Fatima. Shara Fatima, where is she? One guy at Kerala, please. Or Gates. Second prize goes to Aishat Pevida. The next section of games, age 7 to 10. First prize goes to Naban. Second prize goes to Mohammad Nabayan. I request each and everyone to put a great round of applause to all the winners. Thank you. Music on, music on, music on. Yes.
Music please. തിരിച്ച് വന്നിരിക്കരുത്. ഓടിക്കും ചെയറിൽ പിടിച്ച് നടക്കരുത്. ഓടിക്കും പെട്ടെന്ന് ഓടിക്കും. അത് ഒരു ചെയറും കൂടെ ഉണ്ട്, ഒരു ചെയറും കൂടെ. ഓക്കെ, ഓട്. ഒരു ചേർന്നത് 5-4-5 പേര് ഒരു खाना पड़ेगा इसको में जब ये गाना बजेगा on the floor आना पड़ेगा नाइटी क्लब में आया मैं तो मुझको रोकेगा कौन और गाय को मेरा मूड में डांस करे घर पे जाके तुम गूगल कर लो मेरे बारे में विकिपीडिया पे पढ़ लो पूछो को थोड़ा राउंड घुमा के अंदाज़ी जैसा चश्मा लगा के कोकोनट में लस्सी मिला के आ जाओ सारे मूड बना के पूछो को थोड़ा राउंड और रजनी don't miss the ആഘോഷിക്കാനുള്ള തയ്യാറെടുപ്പിലാണല്ലേ. ക്രിസ്മസ് ഒക്കെ ക്രിസ്മസ് വന്ന് ചേർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇവരുടെ വകയായിട്ട് നമുക്ക് എല്ലാവർക്കും കേക്ക് നിങ്ങളുടെ അടുത്തേക്ക് എത്തിച്ച് തന്നിരിക്കുകയാണ്. സോ കേക്ക് കട്ട് ചെയ്യുമ്പോൾ ഇവരുടെ കൂടെ ആരാണ് കൂടെ പഠിച്ചിട്ടുള്ള ഫ്രണ്ട്സിനെ വേണമെന്ന് നിർബന്ധമല്ലേ? നമ്മുടെ ഫ്രണ്ട്സും വേണ്ടേ? യെസ്, ഓഫ് കോഴ്സ്. എല്ലാ ഇവരുടെ കൂടെ പഠിച്ചിട്ടുള്ള ഏത് ബാച്ചായിരുന്നു? 10th എല്ലാ സ്റ്റുഡൻസ്, പൂർവ്വ വിദ്യാർത്ഥികളും തച്ചു ഈ പോരാട്ട ഭൂമിയിൽ ആവേശത്തിന്റെ തിരകൾ ഉയർത്തി Merry Christmas, everyone.
സമയം എല്ലാവരും ആഗ്രഹിച്ച ഒരു ദിവസമാണ് ഇന്ന്. എല്ലാവരും ഒരുമിച്ച് ഒന്നും കൂടി കാണാൻ പറ്റുക. ഇതുപോലെ തന്നെ ഫോട്ടോസ് ഒരിക്കൽ കൂടി എടുക്കും. ഹരിനാനോ महानवर मालिक दीना कुഞ്ഞി രാമനോരും പുറത്തവിടെ റെഡിയാണ്, പ്രോഗ്രാം റെഡിയാണ്. സോ പുറത്തേക്ക് പോകാവുന്നതാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി അഡ്വാൻസ്ലി ഹാപ്പി ക്രിസ്മസ്. സൈഡ് ഓക്കെ, ടീം റെഡിയാ? 1 2 3 യെസ്. I request each and everyone to be seated. We're going to start the show. Can we start? Are you ready? നന്നായി കൈയടിച്ചേ. പോരാ, നന്നായി. ട്രിവാൻഡ്രത്ത് നിന്ന് കാസർഗോഡ് വന്ന ആളാണ്. 600 kilometers of travel from Trivandrum to Kasaragod. Easier. ഒന്ന് നന്നായി കൈയടിച്ചേ. കാസർഗോഡ് പവർ കാണിച്ചു കൊടുക്ക്. എന്താണ് കാസർഗോഡ് സൗണ്ട് ഒക്കെ ആയിട്ട്? നമസ്കാരം. വൺസ് അഗൈൻ ഒരിക്കൽ കൂടി നമസ്കാരം. ഇവിടെ പറയുന്നത് അവിടെ കേൾക്കുന്നുണ്ടോ എന്നൊരു സംശയം. ഒരു മാന്ത്രികന്റെ ജീവരക്തമെന്ന് പറയുന്നത് പ്രോത്സാഹനമാണ്. നിങ്ങളുടെ പ്രോത്സാഹനമില്ല എങ്കിൽ ശൂന്യതയിൽ നിന്നും ഒരു മണൽത്തരി പോലും സൃഷ്ടിക്കുവാൻ ഒരു പ്രോത്സാഹനം ഒരു മാന്ത്രികന്റെ പിന്നിലുണ്ടെങ്കിൽ കത്തിയെരിയുന്ന തീനാളങ്ങളിൽ നിന്നും ജീവജാലങ്ങളെ സൃഷ്ടിക്കുവാൻ മാന്ത്രികനെ ഒരു നിമിഷം മാത്രം മതി. Look here now and watch and see. Dear friends, okay. എന്താണ് മാജിക്? മാജിക്കിനെ കുറിച്ച് പൊതുവിൽ 2 അഭിപ്രായങ്ങളാണ് നിലവിലുള്ളത്. നിരന്തരമായ പരിശീലനവും കോർത്തിണക്കാമെങ്കിൽ നിങ്ങൾക്കും ഒരു മാന്ത്രികനാകാൻ സാധിക്കും. മറ്റേതൊരു കളിയും ഒരല്പസമയം അശ്രദ്ധയോട് കൂടിയിരുന്നാലും നിങ്ങൾക്കതിന്റെ മൂല്യത നഷ്ടപ്പെടാതെ ആസ്വദിക്കാൻ കഴിയും. ബട്ട് മാജിക് എന്നാൽ നിമിഷങ്ങളുടെ കളിയാണ്. സോ അതുകൊണ്ട് തന്നെ മറ്റേതൊരു കളിയേക്കാൾ അവതരിപ്പിച്ച് വിജയിപ്പിക്കുവാൻ പ്രയാസമുള്ള കളിയാണ് മാജിക്. സോ ഐ വാണ്ട് എവറി ടൈം യുവർ ബ്രെയിൻ, ഇന്റലിജൻസ് ആൻഡ് ബിഹേവിയർ. നിങ്ങളുടെ വിലപ്പെട്ട സമയം, നിങ്ങളുടെ ചിന്തകൾ, നിങ്ങളുടെ സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് വെൽക്കം ടു വേൾഡ് ഓഫ് മാജിക്. മാന്ത്രിക ലോകത്തേക്ക് നിങ്ങൾ ഞാൻ ഹാർദവുമായി സ്വാഗതം ചെയ്യാണ്. ഒരു ബിഗ് താങ്ക് യു. എന്നെ ഈ പ്രോഗ്രാമിലേക്ക് ബഹുമാനമുള്ള നൗഷാദ് സാർ ഇൻവൈറ്റ് ചെയ്യുമ്പോൾ പ്രത്യേകിച്ചും പറഞ്ഞു ഇതൊരു ഫാമിലി ഗെറ്റ് ടുഗദർ പ്രോഗ്രാമാണ്.
ഇവിടെ വരുന്ന എല്ലാവരും കുടുംബത്തിലെ അംഗങ്ങളാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് എന്തെങ്കിലും ഒരു മാജിക് പഠിപ്പിച്ച് കൊടുത്തിട്ട് മാത്രമേ ഇവിടെ വിട്ടു പോകാവൂ എന്നൊരു നിർദ്ദേശമുണ്ട്. അതുകൊണ്ട് തന്നെ തുടക്കത്തിൽ തന്നെ എൻ്റെ പ്രധാനപ്പെട്ട മാജിക്കിൻ്റെ ഐറ്റംസ് എല്ലാം മെയിൻ സ്റ്റേജിലായിരിക്കും. ഇവിടെ ജസ്റ്റ് എന്താണ് മാജിക്, ഇവിടെ ഗസ്റ്റുകളെ ഇൻവൈറ്റ് ചെയ്യാൻ വേണ്ടി ഒരു ജസ്റ്റ് നിങ്ങൾക്ക് എന്റർടൈൻമെന്റ് വേണ്ടി മാത്രമാണ്, ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ മാത്രമാണ്. ഓക്കെ ഡിയർ ഫ്രണ്ട്സ്, ഇവിടെ ഇരിക്കുന്ന ആരുടെയെങ്കിലും കൈവശം ഇന്ത്യൻ കറൻസി 10 രൂപയുണ്ടെങ്കിൽ ഒന്ന് എടുത്തുയർത്താം. യെസ്, ഓക്കെ. നിങ്ങളുടെ സഹകരണം കൂടി ഉണ്ടെങ്കിലാണ് എനിക്ക് ഈ പ്രോഗ്രാം ചെയ്ത് വിജയിക്കുന്നത്. തുടക്കത്തിൽ തന്നെ നമ്മുടെ ബഹുമാനുള്ള സാർ പറഞ്ഞതുപോലെ ഒരു മാജിക് പഠിപ്പിച്ചുകൊണ്ടാണ്. ആ 10 രൂപ ഉള്ളവരെല്ലാം ഒന്ന് എടുത്തുയർത്തുക. സ്വീകരിക്കുക പൂർണ്ണമായിട്ട്, മുന്നോട്ട് ആരും കൊണ്ടുവരിക. ആ 10 രൂപ കറൻസി ഉള്ളവരെല്ലാം ഒന്ന് എടുത്തുയർത്തുക. യെസ്, ഓക്കെ. ആരുടെ കയ്യിലും കാശില്ല, എല്ലാവരുടെ കയ്യിലും 2000 രൂപയായിരിക്കും. ഓക്കെ, യെസ്, ഓക്കെ. ഓക്കെ 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 മോനെ കൊണ്ടുവരിക. ഓക്കെ, അഹമ്മദ് നഹിയാൻ അലി. ഒന്നുകൂടെ പറയാമോ വ്യക്തമായിട്ട്? നിർത്തി പറയാമോ? അഹമ്മദ് നഹിയാൻ അലി. ഓക്കെ 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 ഓക്കെ. മോൻ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 3rd E. ഓക്കെ. എന്തിനാ പഠിക്കുന്നത്? അതാണ് ചോദ്യം. മലയാളം വ്യക്തമാവുന്നുണ്ടോ? നോളജ്. യെസ്, നോളജ് ഈസ് പവർ. ഒരു നല്ല ബിഗ് പ്ലാൻ. പല വീടുകളിലും കുട്ടികളും ഇങ്ങനെ ഒരു ആൻസർ കിട്ടാറില്ല. ഓക്കെ, യെസ്, ഓക്കെ ഓക്കെ, താങ്ക് യു. യെസ്, അഹമ്മദി എന്ന് വാങ്ങിയ ഒരു ഇന്ത്യൻ കറൻസി 10 രൂപയാണ്. കന്യാകുമാരി മുതൽ കാശ്മീർ വരെ അങ്ങോളം ഇങ്ങോളം വ്യാപാരം ചെയ്താലും 1000 നയാ പൈസയുടെ വാല്യൂ, വില മൂല്യം ഈ 10 രൂപ നോട്ടിനുണ്ട്. റൈറ്റ്? ചെയ്യുന്ന പോലെ നിങ്ങളും ചെയ്യുക. ഓക്കെ, ഈ 10 രൂപ കറൻസി 2ആയിട്ട് മടക്കുക. ഈ 10 രൂപ കറൻസി 2ആയിട്ട് മടക്കുക. യെസ്, ഓക്കെ ഓക്കെ. യെസ്, ആ 2ആയിട്ട് മടക്കി വരുമ്പോൾ ഒന്ന് കൈ ഉയർത്തി പിടിക്കാമോ? ഓക്കെ. ഒത്തിരി പേരുടെ കയ്യിൽ 10ന്റെ കറൻസി ഞാൻ കാണുന്നുണ്ട്. ഓക്കെ, ഈ 10 രൂപ നോട്ടിനെ 4ആയിട്ട് ഇങ്ങനെ മടക്കുക. മടക്കിയോ? യെസ്, ഓക്കെ. സാറിന്റെ ചിരി കാണുമ്പോൾ എന്തൊക്കെയോ പ്രതീക്ഷകൾക്ക് വകை കാണുന്നുണ്ട്. ഓക്കെ, യെസ്, ഓക്കെ. ഈ 4ആയിട്ട് മടക്കിയതിനെ 8ആയിട്ട് മടക്കുക. ഓക്കെ, മടക്കിയോ? എന്നിട്ട് നിങ്ങൾ ഈ ഇടത് കൈയുടെ ഉള്ളിൽ ആ കറൻസിയെ വയ്ക്കുക. ഇങ്ങനെ ഇടത് കൈയുടെ ഉള്ളിൽ ആ കറൻസി വയ്ക്കുക. വെച്ചു. എന്നിട്ട് ഞാൻ പറയുന്ന മാജിക്കിന്റെ മന്ത്രം നിങ്ങൾ പരമാവധി ശബ്ദമുയർത്തി പറയുക. എല്ലാവരും പറയുക. കൂടെ ഇരിക്കുന്നവരെല്ലാം നല്ലൊരു സപ്പോർട്ട് കൊടുക്കണം. എങ്കിൽ മാത്രമേ മാജിക്കിന്റെ മന്ത്രത്തിന് ശക്തിയുണ്ടോ ഇല്ലേന്ന് അറിയാൻ കഴിയൂ. ഫോക്കസ് അബ്രാ കഡാബ്ര. ശബ്ദം ഇത് പോരാ. നമ്മുടെ നാവിന്റെ കെട്ടുകൾ തുറക്കണം, ഹൃദയത്തിന്റെ ബന്ധനങ്ങൾ അഴിയണം. ഇതുവരെ ഈ കാസർഗോഡ് കേട്ടിട്ടില്ലാത്ത, ഈ റിസോർട്ടിന്റെ 4 ചുവരുകൾക്കുള്ളിൽ പ്രകമ്പനം കൊള്ളുന്ന ഒരു പവർഫുൾ ആയിട്ടുള്ള, ഡൈനാമിക് ആയിട്ടുള്ള ഒരു റെസ്പോൺസ് ആണ് ഞാൻ നിങ്ങളുടെ പ്രതീക്ഷിക്കുന്നത്. ഒന്നുകൂടി ഞാൻ റിപ്പീറ്റ് ചെയ്യണം. ഫോക്കസ് അബ്രാ കഡാബ്ര. അക്രം ബക്രം ശോലാശു അപുംസ കളകള ശകലക. റെഡി? 1 2 3. ഇനി ആ കറൻസിയെ നേരെ കൈക്കുള്ളിലേക്ക് എടുക്കുക. ഇങ്ങനെ എടുക്കുക. ആ കറൻസിയെ നേരെ കൈയുടെ ഉള്ളിലേക്ക് എടുക്കുക. അവിടെ നമ്മുടെ ഫ്രണ്ടിൽ ഇരിക്കുന്ന ആ സാറിന് 10 രൂപ 2000 രൂപയായിട്ട് മാറി. അദ്ദേഹം കറക്റ്റായിട്ട് മന്ത്രം പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തിന് വേണ്ട. അവിടെ ഇരുന്ന് എല്ലാവർക്കും വരും, എല്ലാവരുടെ കയ്യിലും വരും, എല്ലാവരുടെ കയ്യിലും 2000 വരും. എല്ലാവർക്കും അവിടെ ഇരിക്കാം. എല്ലാവരും അവരവരിയ്ക്കുന്ന സ്ഥലങ്ങളിലേക്ക് ഇരിക്കുക. ഞാൻ കറക്റ്റായിട്ട് മാജിക്കിന്റെ മന്ത്രം പറഞ്ഞു. നിങ്ങൾ പറഞ്ഞ മാജിക്കിന്റെ മന്ത്രത്തിന് അത്ര ക്ലാരിറ്റി ഇല്ലായിരുന്നു. കറക്റ്റായിട്ട്
ആ മാജിക്കിന്റെ മന്ത്രം കറക്റ്റായിട്ട് പറഞ്ഞാൽ മാത്രമാണ് ആ മാജിക്കിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്നത്. മാന്ത്രികരായ ഞങ്ങളുടെ വിരൽത്തുമ്പുകളിലൂടെ പ്രവഹിക്കുന്ന പ്രവാഹം, ഞങ്ങളുടെ കണ്ണുകൾ കൂടി പ്രവഹിക്കുന്ന പ്രവാഹം നിങ്ങളെ കീഴ്പ്പെടുത്തുന്നു എന്നാണ് നിങ്ങളുടെ വിശ്വാസമെങ്കിൽ വാസ്തവം അങ്ങനെയല്ല. മാന്ത്രികരായ ഞങ്ങളുടെ മനസ്സുകൊണ്ട് നിങ്ങളെ കീഴ്പ്പെടുത്താൻ ശ്രമിക്കും. അനുസരിച്ചില്ലെങ്കിൽ അനുസരിപ്പിക്കും. യുവർ കോൺഷ്യസ് മൈൻഡ് ഈസ് അണ്ടർ മൈ കൺട്രോൾ. യു ആർ. ഈ 2000 ആരാണ് അർഹതപ്പെട്ടത്? പറയൂ, നിങ്ങളുടെ ചോയ്സ് ആർക്കാണ്? ഇത് മാന്ത്രികനായ എനിക്കുള്ളതാണോ? ഈ 10 രൂപ തന്ന ബാക്കി പറയൂ, അഹമ്മദിയുടെയാണോ? ആരുടേതാണ്? നിങ്ങൾ എല്ലാവരും ഒരേ സ്വരത്തിൽ ഇത് അഹമ്മദിൽ എന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഇത് അഹമ്മദിന് ഞാൻ എന്റെ ഓർമ്മയ്ക്ക് വേണ്ടി ഒരു കോംപ്ലിമെന്റ് ആയിട്ട് കൊടുക്കുകയാണ്. ഒരു നല്ലൊരു കൈയടി നിങ്ങൾ തരാമെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു മാജിക്കിന്റെ ബുക്കാണ്. ഇതൊരു മാജിക്കിന്റെ ബുക്കാണ്. ജസ്റ്റ് ഞാൻ ഷോ ചെയ്യുകയാണ്. ഇത് അഹമ്മദിന് ഞാൻ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുകയാണ്. ഇരിക്കുന്ന എല്ലാവർക്കും ഞാൻ ഗിഫ്റ്റ് ആയിട്ട് തരുന്നുണ്ട്. ഫുള്ളായിട്ട് ബാങ്കാണ്. നിറച്ച് കിളികളുണ്ട്. 2 സൈഡിലും നിറച്ച് കിളികളുണ്ട്. തിരിച്ചും മറിച്ചും നോക്കിയാലും നിറച്ച് കിളികളുണ്ട്. എത്ര പ്രാവശ്യം നോക്കിയാലും നിറച്ചും കിളികളുണ്ട്. വാനിഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരൊറ്റ കിളിയും കാണില്ല, എല്ലാ കിളിയും പറന്നു പോകും. മറുസൈഡും വാനിഷ് എന്ന് പറഞ്ഞാൽ ഒരൊറ്റ കിളിയും കാണില്ല, എല്ലാ കിളിയും പറന്നു പോകും. എത്ര പ്രാവശ്യം നോക്കിയാലും ഒരൊറ്റ കിളിയും കാണില്ല. തിരിച്ചും മറിച്ചും നോക്കിയാലും കിളിയും കാണില്ല. വീണ്ടും Good evening, ladies and gentlemen. ഗിഫ്റ്റ് എല്ലാ സ്റ്റുഡൻസിലേക്കും. സോ അതിനായി ഞാൻ കുറച്ചുപേര് സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു. ആദ്യമായി നൗഷാദ് ജഹാൻ, മൊയ്തീൻ കുഞ്ഞി, ബുഷ്ര പടിഞ്ഞാർ, ശംസുദ്ദീൻ തയ്യൽ, ശംസുദ്ദീൻ കടവ്, മൻസൂർ പള്ളം, ഫാത്തിമ വൈഫ് ഓഫ് നൗഷാദ് ജഹാൻ, മദർ ഓഫ് നൗഷാദ് ജഹാൻ, നസീമ വൈഫ് ഓഫ് നൗഷാദ് ജഹാൻ, മൊയ്തീൻ, സെമീറ വൈഫ് ഓഫ് മൊയ്തീൻ കുഞ്ഞി, and Mansoor Pallam's wife. I request this member to join us on the stage. Make it fast, running short of time. Abdul Qadir KJ. 10th A boys. 10th B boys. Abdul Amin, Abdul Munir PH, Moidin Kunji, Naushad PH, Shafi SH, Shahid MA, Shamsuddin PM, Zakaria M, Zubair 80, Shamsuddin KM. NC boys. Abdul Jalal TA, Abdul Munir TH, Ashraf Q, Abdul Karim CA, Abdul Munir CH, Khalil M, Mohammad Bushra, Musa Kunji H, Naushad Ali TA, Sharfuddin TA, Tajuddin KK. I request all 10 boys to join us on the stage to collect the prizes. We are running short of time.
I request Bushra Patnyar to come on the stage. Bushra Patnyar. Bushra Patnyar. ഒരു മൊബൈൽ കളഞ്ഞിട്ടുണ്ട് ഇവിടെ മൈക്ക് പോയിന്റുമായി ബന്ധപ്പെടുക. Samson. Next, I call upon Bushra Patnyar to come on the stage. Bushra Patnyar. Motorola phone ആണ് ഇവിടെ മൈക്ക് പോയിന്റ് ബന്ധപ്പെടുക ഫോൺ. Tenth year girls Aisha M, Fatima MA, Mumtaz K, Nejmunisa PA, Sajida PA, Sajida TA, Fatima Bina, Maladi, Mumtaz KS, Surabhi. 10th year girls Aisha M, tenth year girls Aisha M, 10th year girls. 10th B girls Aisha B Fatima, Ajura, Najmunisa, Nusaiba, Rahana Samma, Safiya, Semira, Tahira, Saifunisa, Kairunisa, Jamila. 10th B girls, please join us. Samayila Pettalne, 10th B girls. 10C girls, Aisha Samira, Hamina Nusaiba, Fatima Zura, Fauzia PM, Asina PHK, Sekira U. Shamsuddin Tayyal na wife na ക്ഷണിക്കുന്നു സ്റ്റേജിലേക്ക്. സാബിര ബദറുദ്ദീൻ. Tenth girls, 10th B വാക്കിണ്ട. Come. 10C boys. വന്നവരിലാരും സമ്മാനം കിട്ടാൻ ബാക്കിയുണ്ടോ? സമ്മാനമല്ല, എല്ലാവർക്കുള്ള ഗിഫ്റ്റ്. ബാക്കി ആരും പേര് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് വരും സ്റ്റേജിലേക്ക്. 10th A boys. Joe to Kamal stage, please join us on the stage. Tenth B girls, 10C girls, ആരെങ്കിലും ബാക്കിയുണ്ടോ? കോംപ്ലിമെന്ററി കിട്ടാൻ ബാക്കിയുണ്ടോ? Joe to and Kamal, please join us on the stage. നിങ്ങൾ എത്ര ചെറിയ സമ്മാനമാണെങ്കിൽ നല്ല വിലപിടിപ്പുള്ള സമ്മാനമാണ്. ഒരു മൊമെന്റമാണ്. നിങ്ങളുടെ സ്കൂളിന്റെ ഒരു സ്നേഹോപഹാരമാണ്. ഇവിടുത്തെ കമ്മിറ്റികൾ സ്പോൺസർ ചെയ്ത സമ്മാനമാണ്. സോ ഐ റിക്വസ്റ്റ് ഈച്ച് ആൻഡ് എവരിവൺ ടു കീപ് ഇറ്റ് സച്ച് എ കെയർഫുള്ളി അറ്റ് ഹോം. നന്നായി സൂക്ഷിച്ചു വെക്കുക. സോ ഞാൻ പേര് വിളിക്കാം. സോ പെട്ടെന്ന് വന്ന് ജമാലുദ്ദീൻ GH, കുമാരൻ KV, മധുമോഹൻ, മർഫീൻ MP, മുഹമ്മദ് EJ, മുഹമ്മദ് അഫ്സൽ അലി PJ, മൊയ്തീൻ കുഞ്ഞി CH, മുസ്താഖ് SA, അബ്ദുൽ അമീർ P, മുഹമ്മദ് അനീഫ് K, മുഹമ്മദ് ഷാഫി K, മുഹമ്മദ് ഷബീർ TA, മുഹമ്മദ് ഷരീഫ് CA, മുജീബ് റഹ്മാൻ NK, മുസ്തഫ PM, സലീം M, സിറാജുദ്ദീൻ PK, ശ്രീനിവാസൻ CK, മൂസ കുഞ്ഞി K. Tenth A boys ആരെങ്കിലും വിട്ടതിന് പെട്ടെന്ന് വരണം. Any left on 10th A boys?
10th A girls, Aisha M, Fatima B MA, Mumtaz, Najmunisa, Saira, Ramla, Sajida, Tahira, Fatima Bina, Mami K, Maladi, Mumtaz, Shailaja, Saurabi, Umavati. Ingante Mushala Taba. Abdul Bashir M, Abdul Amid M, Abdul Jalil TH, Abdul Munir TA, Abdul Rahman TA, Hamza TK, Mohiddin Kunji PH, Naushad PA, Samira PA, Shafi SA, Shahid MA, Shamsuddin PM, Zakaria M, Usman KV, and Usman KH, Shamsuddin KM. 10B boys. 10B boys are with it now. Any left on 10B boys? 10B girls. Aisha B TM, B Fatima TM, Ajra AM, Najmunisa KM, Nusaiba PA, Rahan Samira TA, Safia K, Samira PA, Tahira KH, Saifun Niza K, Kairun Niza KM, Jamila M. 10B girls. ഞാൻ വർക്ക് എടുക്കാൻ വർക്ക് അല്ല ഞാൻ വർക്ക് എടുക്കട്ടെ 10C boys. 10C boys. ഉച്ചയ്ക്ക് പോയിട്ട് 10-12 നേരം നിൽക്കണം. കരീം ഖത്തറിന്റെ മോനുണ്ടെങ്കിൽ കരീം ഖത്തറിന്റെ മോന് സ്റ്റേജുമായി ബന്ധപ്പെട്ടിട്ടാണ്. ഒന്നല്ല കൈയടിച്ച് ഉണ്ടാ പോയാൽ നോക്കി സമ്മാനം വേണ്ടി പറക്കോയിന്. പുറത്ത് നല്ല പ്രോഗ്രാംസ് വരാൻ പോകുന്നുണ്ട്. ഇതൊന്നും അല്ല ഉസാർക്ക് മുന്തിരി ഉസാർക്ക് ഓറഞ്ച് അപ്പുറത്ത് നടക്കാൻ പോകുന്നുണ്ട്. ആ കരീം ഖത്തറിന്റെ മോളായാലും വന്നിട്ട് നോക്കി. പുറത്ത് നല്ല പ്രോഗ്രാംസ് ഉണ്ട്. സജില സലീമും കുറേ ടീംസ് വരുന്നുണ്ട്. സോ അതൊക്കെ എൻജോയ് ചെയ്തിട്ട് രാത്രിയത്തെ ഫുഡും പാർസലും വേണ്ടിയിട്ട് പെറുക്കുവോ. മലബാർ ഗോൾഡ് ലക്കി ഡ്രോ ഉണ്ട്. ആരെങ്കിലും കൂപ്പൺ ഇടാൻ ബാക്കിയാണെങ്കിൽ എത്ര പെട്ടെന്ന് കൂപ്പൺ ഇടാം. 20 ഡ്രോ എടുക്കുന്നതായിരിക്കും. അത് സ്പോൺസർ നൗഷാദ് സ്പോൺസർ ചെയ്ത സമ്മാനമാണത്. സോ അവിടെ കൂപ്പൺ ഡ്രോപ്പ് ചെയ്യും. പെൻഡിങ് എത്ര പെട്ടെന്ന് ഡ്രോപ്പ് ചെയ്യാം. 20 ലക്കി ഡ്രോ എടുക്കുന്നതായിരിക്കും. ടെൻസി ബോയ്സ് ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ട്? ടെൻസി ബോയ്സ് ഹംന നുസൈബ, ഫാത്തിമ സുഹറ, ഫൗസിയ PM, അസീന PH, ഖദീജ CHK. ഈ മൊമെന്റം സ്പോൺസർ ചെയ്തത് കമ്മിറ്റി ഭാരവാഹികളാണ്. സോ നന്നായിട്ട് ഇത് ഉടനിലൊക്കെ നന്നായി ചെയ്തിട്ടുണ്ട്. സോ വീട്ടിലൊക്കെ കൊണ്ട് നന്നായി സൂക്ഷിച്ച് വെക്കുകയാണ്. ഉള്ള സ്നേഹ ഉപഹാരമാണ്. ലൈക്ക് നിങ്ങൾ ആ കുറേ വർഷങ്ങൾക്ക് ശേഷം ഒത്തുചേർന്ന ഓർമ്മകൾ പുതുക്കാൻ വേണ്ടിയിട്ട് കൊടുക്കുന്നൊരു സമ്മാനമാണ്. ടെൻസി ഗേൾസ് ആരും വിട്ടുപോയിട്ടുണ്ടോ? ടെൻസി ഗേൾസ്
ആരെങ്കിലും കിട്ടാൻ ബാക്കിയുണ്ടോ? 10th A, 10th B, 10th C, ബോയ്സ് ആൻഡ് ഗേൾസ് ആരെങ്കിലും പേര് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് സ്റ്റേജിലേക്ക് വരേണ്ടതാണ്. 10th A, 10th B, 10th C, ബോയ്സ് ആൻഡ് ഗേൾസ് ആരെങ്കിലും പേര് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് സ്റ്റേജിലേക്ക് വന്ന് സമ്മാനം വാങ്ങേണ്ടതാണ്. ചിലപ്പോൾ ഈ നോട്ട് ചെയ്തപ്പോൾ മിസ്സായി പോയിട്ടുള്ള ചാൻസ് ഉണ്ടാവാം. സോ അതൊന്ന് ശംസുദ്ദീൻ തയ്യൽ സ്റ്റേജുമായി ബന്ധപ്പെടുക. ശംസുദ്ദീൻ. ശ്രദ്ധിക്കുക, നിങ്ങൾ രണ്ടുപേരും ശ്രദ്ധിക്കുക. നിങ്ങളെ വെച്ചാണ് ഞാൻ ഈ പ്രോഗ്രാം ചെയ്യുന്നത്. ഒരല്പം കൂടെ ബാക്കിലോട്ട് നീക്കാം, 2 സ്റ്റെപ്പ് ബാക്കിലോട്ട് നീക്കാം. ഓക്കെ, ശ്രദ്ധിക്കുക. ഈ കർച്ചീഫിനെ ഒന്ന് 2ആയിട്ട് മടക്കുക. ഇങ്ങനെ 2ആയിട്ട് മടക്കുക. നിങ്ങളും ആ കർച്ചീഫ് ഉള്ളവരും ഉയർത്തിപ്പിടിക്കുക. യെസ്, ഒത്തിരി പേരുടെ കയ്യിൽ കർച്ചീഫ് ഞാൻ കാണുന്നുണ്ട്. യെസ്, ഓക്കെ 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 ഓക്കെ, താങ്ക് യു. ഓക്കെ, ഈ കർച്ചീഫിനെ 4ആയിട്ട് മടക്കുക. 4ആയിട്ട് മടക്കുക. ഓക്കെ, ഇതിനെ ഈ കൈയുടെ ഉള്ളിലോട്ട് ഈ കർച്ചീഫിനെ കടത്തി വയ്ക്കുക. യെസ്, ഓക്കെ. എന്നിട്ട് അതിൻ്റെ അകത്തിരിക്കുന്ന ആ തലയെ അല്പം ഇങ്ങനെ മുകളിലോട്ട് ഉയർത്തി വയ്ക്കുക. ഇങ്ങനെ വയ്ക്കുക. ഓക്കെ ഓക്കെ ഓക്കെ. ഇങ്ങനെ പിടിക്കുക, തിരിച്ചു പിടിക്കാം. ഓക്കെ, എന്നിട്ട് ഞാൻ പറയുന്ന ആ മാജിക്കിന്റെ മന്ത്രം പറയുക. ബാക്കിന് ബാ. ഒന്ന് ശബ്ദം ഉയർത്തി പറയാം. ആ പോക്കിന് പോ. Once again, ആ ബാക്കിന് ബാ. Open your hand. Kerchief. Look. Open. What happened? എന്ത് പറ്റി? 3 പേരും 3 രീതിയിലാണ്. ഇത് നമ്മൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയെങ്കിൽ തീർച്ചയായിട്ടും ഒരു നാൾ നമ്മളും ഒരു മാന്ത്രിക അല്ലെങ്കിൽ ഒരു മാന്ത്രികനാകും. ആരും വിഷമിക്കേണ്ട. എല്ലാവരും വീട്ടിൽ പോയിട്ട് ഹസ്ബൻഡിൻ്റെ ഷർട്ടോ അല്ലെങ്കിൽ അനുജൻ്റെ ഫാൻറ്റോ എന്തെങ്കിലുമൊക്കെ കയ്യിൽ കിട്ടുന്നത് എന്ത് തന്നെയായാലും ദിവസേന എടുത്ത് വെട്ടി പഠിക്കുക. അങ്ങനെ ദിവസേന വെട്ടി പഠിക്കുമ്പോൾ ഒരു ദിവസം ബാക്കിയുള്ള എല്ലാവരും അവിടെ ഇരിക്കുക. അങ്ങനെ എല്ലാവരും അവിടെ ഇരിക്കുക. ഈ ഗേൾസിൻ്റെ ഭാഗത്തുനിന്ന് ഒരു കുട്ടി ഒന്ന് എണീറ്റ് സഹായിക്കാമോ? ഏതെങ്കിലും ഒരു വ്യക്തി. എല്ലാവർക്കും സമ്മാനമുണ്ട് കേട്ടോ. ഇത്തിരി സീനിയർ ആയിട്ടുള്ള, കാരണം ഞാൻ പറഞ്ഞാൽ അത് കേൾക്കാനും മനസ്സിലാക്കാനും പ്രവർത്തിക്കാനും കഴിയുന്നവരാണ് ഉദ്ദേശിക്കുന്നത്. അല്പം ഒരു നല്ലൊരു കൈ കൊടുക്കുക. ഒരു നല്ലൊരു കൈ കൊടുക്കുക. നല്ലൊരു കൈ ഇങ്ങോട്ടല്ലേ വരുന്നത്? യെസ്, ഇങ്ങോട്ട് തന്നെയാണ് വരുന്നത്. എൻ്റെ പ്രതീക്ഷ ഒട്ടും മങ്ങിയിട്ടില്ല. ഓക്കെ, ഞാൻ മുമ്പ് കസേരയിരുന്നോ? മോള് വരിക. മോളുടെ പേര്? ഏത് ക്ലാസ്സിനാണ് പഠിക്കുന്നത്? എന്തിനാ പഠിക്കുന്നത്? നോളേജ്. ഓക്കെ. മോൾ എന്തിനാ പഠിക്കുന്നത്? യെസ്, ഓക്കെ. എല്ലാവരും വളരെ നോളജായി മാറിക്കഴിഞ്ഞു. ഓക്കെ. ഞാൻ വളരെ പെട്ടെന്ന് ആ കടന്നു വന്ന ആ 2 മിടുക്കരായ കുട്ടികൾക്ക് നല്ലൊരു കൈ കൊടുത്താൽ നമ്മുടെ മാജിക് സ്റ്റാർട്ട് ചെയ്യും. യെസ്, ഓക്കെ. ശ്രദ്ധിക്കുക. ഇതൊരു കട്ട് ചെയ്ത ഒരു റോപ്പാണ്. ഞാനിത് മടക്കി
ശ്രദ്ധിക്കുക. ഇതിൻ്റെ അകത്ത് ഇടുകയാണ്. ഓക്കെ, നെക്സ്റ്റ് കൂപ്പൺ ഡ്രോപ്പ് ചെയ്യാം. സോ അതിൽ ആരാണ് വിട്ടു പോയിട്ടുണ്ടെങ്കിൽ സോ എത്രയും പെട്ടെന്ന് തന്നെ കൂപ്പൺ ഡ്രോപ്പ് ചെയ്യുന്നത്. 10 മിനിറ്റിൽ ബോക്സ് വി ഗോണ ടേക്ക് ദി കൂപ്പൺസ്. സോ ഹൂ ഈസ് ലെഫ്റ്റ് ടു പുട്ട് ദി കൂപ്പൺസ്, മേക്ക് ഷുവർ യു ഡു ഇറ്റ് നൗ. താങ്ക് യു. റോപ്പാണ്. ഇതിൽ ഒരു റോപ്പിനെ ഒരു വണ്ടി V6006 6006 need to remove from. ഓക്കെ, ഒരു റോപ്പിനെ രണ്ടായിട്ട് കട്ട് ചെയ്ത് അത് ഞാൻ കൂട്ടിക്കെട്ടുകയാണ്. now and watch and see. ഈ റോപ്പിനെ രണ്ടായിട്ട് കട്ട് ചെയ്ത് ഞാൻ കൂട്ടിക്കെട്ടി അതിനെ മടക്കി ഈ പേപ്പറിൻ്റെ അകത്ത് ഇടുകയാണ്. ലുക്ക് ഹിയർ നൗ ആൻഡ് വാച്ച് ആൻഡ് സീ. ഞാൻ നേരെ ഇതിനകത്തേക്ക് ഇടുകയാണ്. ശ്രദ്ധിക്കുക, ഞാൻ 2 റോപ്പിൽ ഒരെണ്ണം കട്ട് ചെയ്ത് കൂട്ടിക്കെട്ടി. ആ കട്ട് ചെയ്ത് കൂട്ടിക്കെട്ടിയ റോപ്പ് അതിനകത്തും ഇട്ടു, കട്ട് ചെയ്യാത്ത റോപ്പിനെ ഇതിനകത്തും ഇട്ടു. കറക്റ്റാണോ? യെസ്, എല്ലാവരും നിങ്ങളുടെ സഹകരണം വേണം. എനിക്കിവിടെ നിന്ന് കേട്ടുകൂടാ. വൺസ് അഗെയിൻ, 2 റോപ്പിൽ ഒരെണ്ണം കട്ട് ചെയ്ത് കൂട്ടിക്കെട്ടിയത് ഞാൻ ഏതിനകത്താണ് ഇട്ടത്? എല്ലാവരുടെ ശ്രദ്ധ ഇവിടെ എത്തുന്നുണ്ടല്ലേ? കയ്യെത്താ ദൂരത്ത് കണ്ണെത്തണം, കണ്ണെത്താ ദൂരത്ത് മെയ്യെത്തണം, മെയ്യെത്താ ദൂരത്ത് മനമെത്തണം, മനമെത്താ ദൂരത്ത് മാന്ത്രികനെത്തണം, മാന്ത്രികനെത്താ ദൂരത്ത് മാജിക് എത്തണം. ഇവിടെ നിങ്ങളെല്ലാം വളരെ ശ്രദ്ധയോടെ നോക്കിയിരിക്കുന്നുണ്ട്. വൺസ് അഗെയിൻ ഒരിക്കൽ കൂടി, ഏതിലാണ് കട്ട് ചെയ്ത് രണ്ടായിട്ട് കൂട്ടിക്കെട്ടിയ കർച്ചീഫുള്ളത്? യെസ്, ഓക്കെ. ആർക്കും ഒരു അഭിപ്രായമില്ല. ഇത് കട്ട് ചെയ്യാതെ പ്ലെയിൻ ആയിട്ടുള്ള ഒരു റോപ്പാണ്. എൻ്റെ മാജിക്കിന്റെ മന്ത്രം പറയുമ്പോൾ എന്ത് സംഭവിക്കും നോക്കുക. ഈ അങ്കിളിന്റെ കണ്ണുകളിലേക്ക് നോക്കുക. ലുക്ക്, അങ്കിളിന്റെ കണ്ണുകളിലേക്ക് നോക്കുക. ലുക്ക്, ഫോക്കസ്, ഫോക്കസ്. അബ്രാകഡാബ്ര, അക്രം ബക്രം ശോലാശു, അബം സ കളകള ശകലക ശകലക. റെഡി, 1 2 3 പാസ് പാസ്. ഓപ്പൺ ഓപ്പൺ. ആ റോപ്പ് എടുക്കാം, റോപ്പ് എടുക്കൂ. യെസ്, ആ റോപ്പ് എടുക്കൂ. ഞാൻ ആദ്യമേ പറഞ്ഞു, നിങ്ങളുടെ വിലപ്പെട്ട സമയം, നിങ്ങളുടെ ചിന്തകൾ കറക്റ്റായിട്ട് ഇവിടെ തന്നെ വേണം. അപ്പോൾ നിങ്ങളുടെ നിഗമനം തെറ്റായിരുന്നു. വാസ്തവം അങ്ങനെയാണോ? ഇല്ല. അപ്പോൾ നിങ്ങൾ കാണുന്നതല്ല സംഭവിക്കുന്നത്, നിങ്ങൾ സംഭവിക്കുന്നതല്ല കാണുന്നത്. ഓക്കെ ഓക്കെ, ലുക്ക് ഹിയർ നൗ ആൻഡ് വാച്ച് ആൻഡ് സീ. ലുക്ക് ഹിയർ. ഓക്കെ, താങ്ക് യു. ഒരു നല്ലൊരു കൈഡി കൊടുക്കുക. പുറത്ത് മെയിൻ സ്റ്റേജിൽ കുറേ കലാപരിപാടികളുണ്ട്. കുറേ സെലിബ്രിറ്റീസും സജില സലീം ടീംസ് നടത്തുന്ന ഗാനമേള
പിന്നെ വിജയിക്കുള്ള സമ്മാനവും നമ്മുടെ ഗോൾഡ് കോയിൻ നറുക്കെടുപ്പിന്റെ ലക്കി ഡ്രോ കൂപ്പൺ, ലക്കി ഡ്രോ ഡ്രോയിങ് ഒക്കെ വിളിച്ച എല്ലാവരും ഒന്ന് മകര് വിസ്കരിച്ചിട്ട് ഔട്ട്ഡോറിലാണ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ലൈക്ക് നല്ലൊരു സ്റ്റേജ് സെറ്റപ്പ് ഒക്കെ ചെയ്തിട്ടുണ്ട്, നല്ല മനോഹരമായ പ്രോഗ്രാംസ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. സോ ഈ സമ്മാനദാനവും കുറേ പ്രോഗ്രാംസും മാജിക് ഷോ ഒക്കെ നമുക്ക് അവിടുന്ന് കണ്ടിന്യൂ ചെയ്യാം. സോ എല്ലാവരും ഒന്ന് 10 മിനിറ്റ് കൂടുതൽ എടുക്കണ്ട, കൃത്യം 6:30 മണിക്ക് നമ്മൾ പ്രോഗ്രാം പുറത്ത് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. സോ എല്ലാവരും ഒന്നും പ്രേ ചെയ്യാൻ പോവാം. ഐ റിക്വസ്റ്റ് ഓൾ ദി കോർഡിനേറ്റിംഗ് മെമ്പേഴ്സ് to move the stage to the outdoor stadium. Thank you. നമ്മുടെ കാസർഗോഡ് CI അബ്ദുറഹീം സാർ ഇവിടെ എത്തിയിട്ടുണ്ട്. നമ്മുടെ 87-88 സുഹൃത്തുക്കളോടുള്ള ഒരു അഭിസംബോധന ചെയ്യാൻ അദ്ദേഹം ഒരു അതിഥിയായിട്ട് ക്ഷണിച്ചതാണ്. കുറച്ച് താമസിച്ചാണ് അദ്ദേഹം എത്തിയത്. അദ്ദേഹത്തിന് ഈ വേദിയിൽ നിന്ന് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. 2 വാക്ക് സംസാരിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന് ക്ഷണിക്കുന്നു. സ്നേഹമുള്ള സഹോദരങ്ങളെ, പ്രിയമുള്ള നാട്ടുകാർ, നേരത്തെ 5 മണിക്കായിരുന്നു എന്നോട് ഈ പരിപാടിയിലേക്ക് പങ്കെടുക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടിരുന്നത്. എന്നാൽ കാസർഗോഡ് നഗരത്തിലും കാസർഗോഡ് ടൗണിൻ്റെ പല പ്രദേശങ്ങളിലും പലതരത്തിലുള്ള പരിപാടികളും നടക്കുന്നത് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ പറഞ്ഞ സമയത്ത് എത്താൻ വേണ്ടി കഴിഞ്ഞില്ല. ഏതായിരുന്നാലും അതിന് നിങ്ങളോട് ആദ്യമായി ഞാൻ ക്ഷമ ചോദിക്കാം. ഇവിടെ കൂടിയിരിക്കുന്നത് തളങ്കര മുസ്ലിം ഹൈസ്കൂളിൽ 87-88 ബാച്ചിലെ വിദ്യാർത്ഥികളും അവരുടെ കുടുംബങ്ങളുമാണ്. ഏതായിരുന്നാലും ഇതുപോലുള്ള സംഗമങ്ങൾ വളരെ നല്ല ഒരു അനുഭവമായിരിക്കും നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബങ്ങൾക്കും സമ്മാനിക്കുന്നതെന്ന് എല്ലാവർക്കും അറിയാം. ഏതാണ്ട് കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഒന്നിച്ചിരുന്ന ഒരേ ബെഞ്ചിലും ഒരേ ക്ലാസ്സിലും ഓരോ സ്കൂളിലുമായി പഠിച്ചിരുന്ന വിദ്യാർത്ഥികൾ ഇന്നിവിടെ വീണ്ടും കാണുമ്പോൾ പഴയ കാലത്തുള്ള ഓർമ്മകളൊക്കെ അയവിറക്കാൻ നിങ്ങൾക്കത് സഹായകരമായിരിക്കും. പഴയ കാലത്തുള്ളതുപോലെ ഇന്ന് നമ്മുടെ സമൂഹം അതേപടി നിലനിൽക്കുന്നില്ല. വളരെ വലിയ മാറ്റങ്ങൾ നമ്മുടെ സമൂഹത്തിൽ പ്രത്യേകിച്ചും വിദ്യാർത്ഥി സമൂഹങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്നുള്ളത് നിങ്ങൾക്കെല്ലാവർക്കും എന്നെക്കാൾ കൂടുതൽ അറിയാവുന്നതാണ്. പഴയ കാലത്ത് ഏതാണ്ട് 84-85 ബാച്ചിലാണ് ഞാൻ SLC കഴിഞ്ഞത്. അപ്പോൾ അതിനേക്കാൾ ഏതാണ്ട് 2 വർഷത്തെ ശേഷമുള്ള തലമുറയാണ് ഇവിടെയുള്ളത്. അപ്പോൾ ആ സമയത്ത് വിദ്യാർത്ഥി അധ്യാപക ബന്ധവും അതുപോലെ തന്നെ മാതാപിതാക്കളും കുട്ടികളും തമ്മിലുള്ള ബന്ധവും ഏത് രീതിയിലായിരുന്നു, ഇന്ന് ഏത് രീതിയിലാണ് അത്തരത്തിലുള്ള ബന്ധങ്ങളുള്ളത് എന്ന് നമുക്ക് ഓരോരുത്തർക്കും ചിന്തിച്ചാൽ അത്തരത്തിലൊരു മാറ്റം, വലിയൊരു മാറ്റം സമൂഹത്തിൽ വന്നിരിക്കുന്നതായി നമുക്ക് കാണാൻ വേണ്ടി കഴിയും. പഴയ കാലങ്ങളിലൊക്കെ നമുക്ക് അധ്യാപകരെ കാണുമ്പോഴുള്ള ബഹുമാനവും പേടിയും ആദരവും ഇന്നിപ്പോഴും കുട്ടികൾക്ക് ഇല്ല എന്നുള്ളത് വളരെ സത്യമാണ്. സമൂഹം അപ്പാടെ മാറിയിരിക്കുന്നു. പഴയ കാലത്തുള്ള അധ്യാപകർക്കുള്ള ക്വാളിറ്റി ഇന്നത്തെ അധ്യാപകർക്ക് ഇല്ല എന്നുള്ളത് വേറെ കാര്യം. അതിനേക്കാൾ ഉപരി പഴയ വിദ്യാർത്ഥികൾക്കുള്ള ഗുണം ഇന്നത്തെ വിദ്യാർത്ഥികൾക്കുമില്ല എന്ന് നമുക്ക് മനസ്സിലായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ നഗരത്തിലുള്ള സ്കൂളുകളിൽ ഒന്ന് പരിശോധിച്ചാൽ നിങ്ങൾക്ക് അക്കാര്യം ബോധ്യമാവും. ഒരു 2 ആഴ്ച മുമ്പ് കാസർഗോഡ് ടൗണിനകത്തുള്ള കാസർഗോഡ് സ്റ്റേഷൻ പരിധിയിൽപ്പെട്ട ഒരു ഹൈസ്കൂളിൽ കുറച്ച് വിദ്യാർത്ഥികൾ ചേർന്ന് അധ്യാപകരെ അടിച്ച സംഭവം പോലും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം സൂചിപ്പിക്കുന്നത് നമ്മളെ തലമുറയിൽ കാണുന്ന അവരുടെ പ്രശ്നങ്ങളാണ്. പഴയ പോലെ കുട്ടികളെ നാം നമ്മുടെ കുട്ടികളായി പഴയ പോലെ തന്നെ പഴയ മാതാപിതാക്കളും പഴയ വിദ്യാർത്ഥികളും പഴയ അധ്യാപകരുമായി തുലനം ചെയ്യുമ്പോൾ പല വ്യത്യാസങ്ങളും കാണാൻ വേണ്ടി കഴിയും. പണ്ടൊക്കെയാണെങ്കിൽ നമ്മൾ സ്കൂളിൽ നിന്ന് വിട്ടു കഴിഞ്ഞാൽ നേരെ വീട്ടിലേക്കാണ്. വീട്ടിൽ നിന്ന് പിന്നീട് പുറത്തിറങ്ങുക ചിലപ്പോൾ മഗ്‌രിബ് നമസ്കാരത്തിനോ അല്ലെങ്കിൽ ഇശാ നമസ്കാരത്തിനോ ആയിരിക്കും. പ്രാർത്ഥനയ്ക്ക് വേണ്ടിയാണ് പിന്നീട് പുറത്തിറങ്ങാറുള്ളത്. അതിനുശേഷം ഏതാണ്ട് 8 മണിയോടുകൂടി, പരമാവധി 7-8 മണിയോടുകൂടി നമ്മളെല്ലാവരും വീട്ടിലേക്ക് എത്തുമായിരുന്നു പഴയ കാലങ്ങളിൽ. ഇന്നിപ്പോഴങ്ങനെയല്ല.
ഇന്ന് കാസർഗോഡ് നഗരത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഏതാണ്ട് 11 മണിക്കും 12 മണിക്കും പോരെ 2 മണിക്ക് വരെ ടൗണിൽ 10ാം ക്ലാസ്സിലും 12ാം ക്ലാസ്സിലും പഠിക്കുന്ന കുട്ടികളെ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. അത് വിദ്യാർത്ഥികളോട് അല്ലെങ്കിൽ മക്കളോട് മാതാപിതാക്കൾക്കുള്ള എത്രമാത്രം താല്പര്യമുണ്ട് എന്നുള്ളതിനെയാണ് സൂചിപ്പിക്കുന്നത്. നമ്മുടെ കുട്ടികൾ ഇന്നിപ്പോഴേ പല വഴിക്കാണ്. പല മാതാപിതാക്കളും പോലീസ് സ്റ്റേഷനിൽ വന്ന് പറയാറുള്ളത്, ഞങ്ങളുടെ കുട്ടികളെ നിയന്ത്രിക്കാൻ ഞങ്ങൾക്ക് കഴിയുന്നില്ല, ഞങ്ങൾ പറയുന്നത് അവർ അനുസരിക്കുന്നില്ല എന്നുള്ളതാണ്. എനിക്ക് പറയാനുള്ളത്, മാതാപിതാക്കൾ പറഞ്ഞാൽ അനുസരിക്കുന്ന കുട്ടികളായി അവരെ വളർത്താത്തതാണ് അതിൻ്റെ പ്രശ്നം. കുട്ടികൾ പഴയ കാലത്തെ കുട്ടികളെ പോലെ നല്ല ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും കഴിവുമുള്ള കുട്ടികളാണ് ഇന്നത്തെ തലമുറ എന്ന് പറയുന്നത്. ഏറ്റവും എളുപ്പത്തിൽ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി, അവരുടെ കഴിവ് മനസ്സിലാകാൻ വേണ്ടി എളുപ്പത്തിലൊരു വഴി എന്ന് പറയുന്നത്, നിങ്ങളുടെ കയ്യിലൊരു മൊബൈൽ ഫോൺ അവരുടെ കയ്യിലേക്ക് ഒന്ന് കൊടുത്തു നോക്കുക. നിങ്ങളുടെ കയ്യിലുള്ള സ്മാർട്ട് ഫോൺ നിങ്ങളുടെ കുട്ടികളായിട്ടുള്ള 5, 6 അല്ലെങ്കിൽ 7, 8 വയസ്സുള്ള കുട്ടികളുടെ കയ്യിൽ കൊടുത്തു കഴിഞ്ഞാൽ അതിന് എന്തൊക്കെ ഉപയോഗങ്ങളുണ്ട്, എന്തൊക്കെ ആ മൊബൈൽ ഫോൺ കൊണ്ട് എന്തൊക്കെ ചെയ്യാം എന്നുള്ളത് നമ്മളെക്കാൾ ഭംഗിയായി 6, 8 വയസ്സുള്ള കുട്ടികൾ കാണിച്ചു തരും. എന്ന് വെച്ചാൽ അവരുടെ വളർച്ചയ്ക്ക്, സമൂഹത്തിൻ്റെ വളർച്ചയ്ക്ക്, കാലഘട്ടത്തിൻ്റെ വളർച്ചയ്ക്ക് അനുസൃതമായി അവരുടെ ബുദ്ധിയിലും വികാസം വന്നിരിക്കുന്നു. നമുക്ക് കാണാൻ വേണ്ടി കഴിയാത്ത പല ഓപ്ഷനുകളും നമ്മുടെ മൊബൈൽ ഫോണുകളിലും സ്മാർട്ട് ഫോണുകളിലും നമ്മുടെ കുട്ടികൾക്ക് കാണാൻ വേണ്ടി കഴിയുന്നു. എന്ന് വെച്ചാൽ അവർ നല്ല ബുദ്ധിയുള്ള കുട്ടികളാണ്, നല്ല സാമർഥ്യമുള്ള കുട്ടികളാണ്. അവരെ നല്ല നിലക്ക് വളർത്തിയെടുക്കേണ്ട മാതാപിതാക്കളാണ് അവരെ വഷളാക്കുന്നതെന്നാണ് എനിക്ക് പറയാനുള്ളത്. മാതാപിതാക്കൾ കുട്ടികളുടെ കാര്യത്തിൽ അമിതമായിട്ടുള്ള ശ്രദ്ധ കാണിക്കുമ്പോൾ അവരെ ലാളിക്കുകയും അവർ ആവശ്യപ്പെടുന്ന സാധനങ്ങൾ വാങ്ങിച്ചു കൊടുക്കുകയും അല്ല അവരോടുള്ള താല്പര്യം എന്ന് പറയുന്നത്. അവരോട് ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ ചെയ്യരുത് എന്ന് കർശനമായും സ്നേഹത്തോടു കൂടിയും പറയാൻ വേണ്ടി കഴിയണം. പഴയതുപോലെ കുട്ടികളെ പേടിപ്പിച്ചുകൊണ്ട് നിർത്തുക എന്നുള്ളത് സാധ്യമല്ല. കുട്ടികളെ വളരെ സ്നേഹത്തോടു കൂടി ഒരു സുഹൃത്തിനെ പോലെ, ഒരു സ്നേഹിതനെ പോലെ മാതാപിതാക്കൾക്ക് കുട്ടികളോട് പെരുമാറാൻ വേണ്ടി കഴിയണം. പലപ്പോഴും മനഃശാസ്ത്ര ക്ലാസ്സുകളൊക്കെ പറയാറുള്ളത്, നിങ്ങളുടെ കുട്ടികൾ നിങ്ങൾക്ക് ഒരു സുഹൃത്താകണം. അമ്മമാർ അല്ലെങ്കിൽ ഉമ്മമാർ പെൺമക്കളുടെ ഏറ്റവും നല്ല സുഹൃത്തായിരിക്കണം. ഒരു പെൺകുട്ടിക്ക് അവരുടെ ജീവിതത്തിലെ എല്ലാ കാര്യവും തുറന്നു പറയാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സുഹൃത്തായി മാതാവ് മാറണം. അതേപോലെ തന്നെ ഒരു ആൺകുട്ടി അവൻ്റെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളും പ്രയാസങ്ങളും അവൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ കാര്യങ്ങളും തൻ്റെ ഉപ്പയോട്, തൻ്റെ അച്ഛനോട് പറയാൻ മാത്രമുള്ള സുഹൃത്ത് ബന്ധം മകനും ഉപ്പയും തമ്മിൽ ഉണ്ടാകണം. അങ്ങനെയുള്ളൊരു ബന്ധം ഉണ്ടാക്കിയെടുത്താൽ മാത്രമേ നമ്മുടെ കുട്ടികളെ നമ്മുടെ കൺട്രോളിൽ, നമ്മുടെ നിലക്ക് നിർത്താൻ വേണ്ടി കഴിയുള്ളൂ. രക്ഷകർത്താക്കളോട് പറയാനുള്ളത്, കാസർഗോഡിനെ കുറിച്ച് പറയുമ്പോഴേ, കാസർഗോഡ് എന്നുള്ളത് ഏറ്റവും വലിയ മദ്യവും മയക്കുമരുന്നും ഉപയോഗിക്കുന്ന, ഉപഭോഗ സംസ്കാരമുള്ള, ഏറ്റവും കൂടുതൽ മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ഒരു ജില്ലയും ഒരു നഗരവുമായി നമ്മുടെ കാസർഗോഡ് മാറിയിരിക്കുന്നു. ഖേദകരം എന്ന് പറയട്ടെ, കാസർഗോഡ് ടൗണിൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്ന ഒരു പ്രത്യേകത, ഏതാണ്ട് 18 വയസ്സിനും 24 വയസ്സിനും ഇടയിലുള്ള ആളുകളെ ഒരു 10 പേരെ കാസർഗോഡ് ടൗണിൽ നിന്ന് പിടികൂടിയാൽ അതിൽ ഒരു 6 പേരെങ്കിലും മയക്കുമരുന്നിൻ്റെ അടിമകളാണ് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. എന്ന് വെച്ചാൽ അവരുടെ കൂട്ടുകെട്ടാണ് അവരെ മയക്കുമരുന്നിലേക്ക് തള്ളിവിടുന്നത്. നാം രക്ഷകർത്താക്കളായിട്ടുള്ള നാം ഓരോരുത്തരും ആലോചിക്കേണ്ടത്, ഒരു കുട്ടിയെ സ്കൂളിൽ ചേർത്ത് കഴിഞ്ഞാൽ ആ കുട്ടിയുടെ സ്കൂളിലെ പഠന കാര്യങ്ങളോ മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി ആ കുട്ടിയെ കാണാൻ വേണ്ടിയോ, ആ കുട്ടിയുടെ ടീച്ചറെ കാണാൻ വേണ്ടിയോ എത്ര പ്രാവശ്യം നാം സ്കൂളിലേക്ക് പോയിട്ടുണ്ട് എന്ന് നാം ഓരോരുത്തരും ആലോചിച്ച് നോക്കുക. നമ്മുടെ കുട്ടികളുടെ പഠന നിലവാരം അറിയുന്നതിന് വേണ്ടിയോ, കുട്ടികളുടെ കൂട്ടുകെട്ടിനെ കുറിച്ച് അറിയുന്നതിന് വേണ്ടിയോ എത്ര പ്രാവശ്യം ഓരോ മാതാപിതാക്കളും സ്കൂളിലേക്ക് പോകാറുണ്ട്? ഒരു മാസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും പോകുന്ന ആളുകൾ ആരാ ഉള്ളത്? നിങ്ങളോട് തന്നെ ചോദിച്ചു നോക്കുക. എൻ്റെ കുട്ടിയുടെ പഠനകാര്യത്തിലും എൻ്റെ കുട്ടിയുടെ ഭാവിയിലും എനിക്ക് താല്പര്യമുണ്ടെങ്കിൽ ആ കുട്ടിയുടെ കൂട്ടുകെട്ടിനെ കുറിച്ച് അറിയുന്നതിന് വേണ്ടിയും ആ കുട്ടിയുടെ ഇടപാടുകളെ കുറിച്ച് അറിയുന്നതിന് വേണ്ടിയും രക്ഷകർത്താക്കൾ എത്ര പ്രാവശ്യം സ്കൂളിൽ പോയി സ്കൂൾ ടീച്ചർമാരെ കാണുന്നുണ്ട്? അവരുടെ ക്ലാസ് ടീച്ചർമാരെ കാണുന്നവർ എത്ര പേരുണ്ട്? അവരെ ക്ലാസ് ടീച്ചറുമായി സംവദിക്കുന്നവർ, അവരോട് സംസാരിക്കുന്നവർ എത്ര പേരുണ്ട്? നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഓരോ കുട്ടിയും അവരുടെ കുട്ടികളെ ക്ലാസ് ടീച്ചർമാർക്ക് അറിയുന്നത്ര മാതാപിതാക്കൾക്ക് അറിയില്ല. കുട്ടികളെ നന്നാക്കുന്നതും മോശമാക്കുന്നതും അവരുടെ കൂട്ടുകെട്ടാണ്. നമ്മുടെ കുട്ടിയുടെ കൂട്ടുകെട്ട് മോശമാണോ നല്ലതാണോ എന്നറിയുന്നതിന് വേണ്ടി സ്കൂളിലേക്ക് പോകുന്ന എത്ര രക്ഷകർത്താക്കളുണ്ട്? നമ്മുടെ കുട്ടികളുടെ കൂട്ടുകെട്ട് നോക്കി മനസ്സിലാക്കി അവരെ തിരുത്താൻ വേണ്ട രീതിയിൽ തിരുത്തുകയും അത്തരത്തിലുള്ള തിരുത്തുകൾ ആവശ്യമുണ്ടോ എന്ന് അറിയുന്നതിന് വേണ്ടി രക്ഷകർത്താക്കളെ സ്കൂളിലേക്ക് വിളിക്കുമ്പോൾ പല സ്കൂളിലെയും അധ്യാപകരും ഹെഡ്മാസ്റ്ററും പറയുന്നത്, പ്രോഗ്രസ് കാർഡ് ഒപ്പിടാൻ വേണ്ടി പോലും വിളിച്ചാൽ പോലും എന്തിനാണ് മാഷെ ഞാൻ അങ്ങോട്ട് വരുന്നത്, പ്രോഗ്രസ് കാർഡ് ഇങ്ങോട്ട് കൊടുത്തുവിട്ടാൽ ഞാൻ ഒപ്പിട്ട് കൊടുക്കാമല്ലോ എന്ന് പറയുന്ന രക്ഷകർത്താക്കളാണ് നമുക്കുള്ളത്. നേരെ മറിച്ച് നാം എന്താ ചെയ്യേണ്ടത്? നമ്മുടെ കുട്ടികളോട് താല്പര്യമുണ്ടെങ്കിൽ കുട്ടികളുടെ രക്ഷകർത്താക്കൾ അവരുടെ സ്കൂളിലേക്ക് പോയി സ്കൂൾ ക്ലാസ് ടീച്ചറെയും ഹെഡ്മാസ്റ്ററെയും കാണുകയും അവരിൽ നിന്ന് ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ കുട്ടികൾക്ക് എന്താണ് കൊടുക്കാനുള്ളത്, കുട്ടികളുടെ പാകപ്പിഴവുകൾ എവിടെയാണെന്ന് മനസ്സിലാക്കുകയും ചെയ്യേണ്ടതാണ്. വെറും മാർക്ക് നോക്കാൻ വേണ്ടി മാത്രമല്ല രക്ഷകർത്താക്കൾ സ്കൂളിലേക്ക് പോകേണ്ടത്.
കുട്ടികളുടെ പഠന നിലവാരം ബോധ്യപ്പെടുന്നതോടൊപ്പം തന്നെ കുട്ടികളുടെ കൂട്ടുകെട്ടിനെക്കുറിച്ചും അവരുടെ സ്വഭാവ ദൂഷ്യങ്ങളെക്കുറിച്ചും സ്വഭാവ മേന്മകളെക്കുറിച്ചും മനസ്സിലാക്കാൻ രക്ഷകർത്താക്കൾ അവരുടെ സ്കൂളിലെ ടീച്ചർമാരെ ബന്ധപ്പെടേണ്ടതുണ്ട്. ഇന്നിപ്പോഴേ 13-14 വയസ്സുള്ള കുട്ടികൾ കഴിഞ്ഞ ദിവസം ഒരു 2 മാസം മുമ്പ് I request CSO to hand over the prizes. So all students have a song. First there was a song which is conducted for all students. First prize goes to Samshuddin PM. I request to come over the stage to collect your prizes. Kayyadi Shaptam Pora. Next category of prizes from age 0 to 6. First prize goes to Zahara Fatima. Zahara Fatima was on first prize in singing song. Zahara Fatima, she's here, or else their mother or father, Uppay Umme are on the collect a sammanam. Oh. Age 0 to 6, Zahara Fatima. Second prize goes to Aishat Femida. Aishat Femida. Aishat Femida. Bushra, please come to the stage. Bushra Padinyar, I request you to join us on the stage. Next for the musical hat for the boys, first prize goes to Shayan. Shayan, thank you. Second prize goes to Shazin Abdur Rahman. Second prize goes to Shazin Abdur Rahman. First prize goes to Shayan. Second prize goes to Shazin Abdur Rahman. Musical chair, first prize goes to Kareem. Musical chair, first prize goes to Kareem. Second prize goes to Mahmoud Dubai. Thank you, yes, sir. I request Shafi sir to next hand over the prizes. Next we have musical chair for the girls. First prize goes to Shiza. First prize goes to Shiza. Second prize goes to Shaza Fatima. Shaza Fatima. നന്നായി കൈയടിച്ച് ശബ്ദമൊന്ന് പോ. There was one more prize for Safana, who has won the prize in the morning. Safana in the ladies games. There's one more prize for the couple games. The couple game contestants, please come on the stage. Who has won the prize in the morning? Couple games. Couple games. Couple game, there was someone won the prizes in the morning. Moideen Kunji, 10th B, Moideen Kunji and his wife. I request him to come on, join on the stage to collect the prize for the couple contest, which was done in the morning. Moideen Kunji and his wife. Are they here? Moideen Kunji, which was L in the outdoor, that is tug of war. You need prizes, right, for tug of war? Yes? Who has won the prize? 10th A, 10B, 10C. I request the captain and the team members from 10C, the team and the captain, I request them to come on the stage to collect their prizes. നന്നായി കൈയടിച്ചു വന്ന് നല്ല കഷ്ടപ്പെട്ടാണ് ടഗ് ഓഫ് വാർ കളി ജയിച്ചത്. ഇറ്റ് വാസ് എ ഗ്രേറ്റ് ഹാർഡ് വർക്ക്, ഇറ്റ് വാസ് എ ഗ്രേറ്റ് ഫൺ ടു. When 10th B boys who has won second prizes, please join us. 10th B, it was a great moment sponsored by Hamza Welfit. Thank you, Hamza sir. Thank you, yes sir. There was a WhatsApp group for the 80s-88 batch, which was managed by
Amza Velfit. I request, it was a great work from the WhatsApp Kutaima. There was a game which was done in WhatsApp. It's a singing competition. This prize is sponsored by Amza Velfit. The first prize goes to Siddiq Patel. And third prize goes to Jamaluddin. Second prize goes to Samshuddin PM. And third prize goes to Jamaluddin. Thank you, yes, sir. Thank you, Shafi sir and Raim sir. Thank you. I request Ayya sir to announce the name. Shamshuddin Kadawat. Shamshuddin Kadawat is the winner. Put a grand applause. So, I request Ayya sir to hand over the prize. It's sponsored by the Naushad. So Naushad Kadawat has said the gold which is won is giving for charity. Shamshuddin Kadawat is giving this gold coin for the charity. Thank you. നന്നാണ് കൈയടിച്ച് ചാരിറ്റിക്ക് വേണ്ടി കൊടുക്കുന്നതാണ് വാഗ്ദാനം ചെയ്തു. Thank you, Ayya sir.